ഇനി ലീഡ് കോഡിലെന്ന് പറഞ്ഞാൽ ആരും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ആൻഡ്രോമേഡ് അല്ല, അവന്റെ അപ്പുറത്ത് അപ്ഡേറ്റ് വന്നാലും ഈ ഒരു സ്ട്രാറ്റജി മാറാൻ പോകുന്നില്ല. അപ്പൊ എങ്ങനെയാ തുടങ്ങുമല്ലേ ദി ഗ്രേറ്റ് റീടാർഗറ്റിംഗ് ആഡ്സ്. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നമ്മൾ ബേസിക്കലി മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക. ഒന്ന്, എന്താണ് റീടാർഗറ്റിംഗ് ആഡ്. രണ്ട്, എന്താണ് അതിന്റെ പിന്നിലുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ അതിന്റെ ആഡ് ക്രിയേറ്റീവ് എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്. മൂന്നാമത്തത്, ആ ക്യാമ്പയിൻ എങ്ങനെ സെറ്റ് ചെയ്യണം. അപ്പൊ മൂന്നും പ്രോപ്പറായിട്ട് പഠിക്കണ്ടേ. അപ്പൊ പാർട്ട് 1ലേക്ക് പോവാം. റീടാർഗറ്റിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതി സിമ്പിൾ ആയിട്ട് പറഞ്ഞെടുത്തേ. നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്, സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ട്. ഇവർക്കെല്ലാം നമ്മുടെ പ്രൊഡക്റ്റ് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ മേടിക്കുന്നില്ല, അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇവരോട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പിന്നെയും അവരുടെ അടുത്ത് പോയി സംസാരിച്ച് അവരൊന്ന് ക്ലോസ് ചെയ്യാൻ നോക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് റീടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. സംഭവം അത്രയ്ക്ക് സിമ്പിൾ ആണെന്ന് കണക്കാക്കണ്ട, കുറച്ച് സിമ്പിളാ, എന്നാലും കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. ഈ റീടാർഗറ്റിംഗിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം അതിൻ്റെ അകത്തുള്ള ക്രിയേറ്റീവ് ചൂസ് ചെയ്യുക. ഈ ക്രിയേറ്റീവ് ചൂസ് ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചെറിയൊരു സ്ട്രക്ചർ ഉണ്ട്, ദ ഫണൽ. ഈ ഫണലിനെ കുറിച്ച് എത്ര പേർക്ക് അറിയാൻ അറിയത്തില്ല. അപ്പൊ ഫണല് ബേസിക്കലി ഷേപ്പ് ആയിരിക്കും, നമ്മുടെ നോർമൽ ഫണലിന്റെ ഷേപ്പ്. ഇത് ബേസിക്കലി 3 ലെവലായിട്ട് ഡിവൈഡ് ചെയ്യും. ദ ഫസ്റ്റ് വൺ ടോഫു, ബോഫു, മോഫു. ടോപ്പ് ഓഫ് ദ ഫണൽ, മിഡിൽ ഓഫ് ദ ഫണൽ ആൻഡ് ബോട്ടം ഓഫ് ദ ഫണൽ. സംഭവം സിമ്പിളാ. സിമ്പിൾ ആയിട്ട് ഉദാഹരണം തരാം. ഒരു 100 പേര് നമ്മുടെ ഓഡിയൻസ് ആണെന്ന് ചോദിക്കാം. നമ്മുടെ പ്രൊഡക്റ്റ് മേടിക്കാൻ എത്ര പേരുണ്ട്? 100 പേരുണ്ട്. ഇതിനകത്ത് ഒരു 60 പേരും 60 പേരാണ് ടോഫുവാ. അവർക്ക് മേടിക്കണമെന്നുള്ള ആഗ്രഹം കാണും, അവർ മേടിക്കാൻ പോകുന്നില്ല. ചിലപ്പോൾ ആഗ്രഹം പോലും കാണത്തില്ല, നമ്മൾ റാൻഡമായിട്ട് വെച്ചിരുന്ന ടാർഗറ്റ് ഓഡിയൻസ് ആയിരിക്കും. ഓക്കെ. രണ്ടാമത്തത് ബോഫുവാ. ഇവർക്ക് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പൊ ഇവർക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അവരിങ്ങനെ അവിടെ ഇവിടുന്ന് എല്ലാം ചൂസ് ചെയ്യാൻ വേണ്ടി നിൽക്കുക. സോ മേടിക്കാനുള്ള ചാൻസ് കുറവാണ്, മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഇന്ത്യൻ ഉണ്ട്. ലാസ്റ്റത്തതാണ് നമ്മുടെ ബോഫു. ഇവർ മേടിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി പറഞ്ഞാൽ മാത്രമേ. ബോട്ടം ഓഫ് ദ ഫണല, അവിടെ എത്തിയ ആൾക്കാർ മേടിക്കും. അതായത് മേളിലെത്താം, ഇതൊരു ഫിൽട്ടർ പ്രോസസ് പോലെ കണക്കാക്കിയാൽ മതി. മേളിലെത്താൻ ഒരു 100 പേരുണ്ടായിരുന്നത് തറയെത്തിയപ്പോൾ എത്രയായി? ഒരു 10 പേരായി. ആ 10 പേരെ നമ്മൾ ക്ലോസ് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. സംഭവം ഇത്രയേ ഉള്ളൂ. സോ ഈ ഒരു 3 സ്ട്രക്ചറിൽ തന്നെയാണ് നമ്മൾ ശരിക്കും റീടാർഗറ്റിംഗ് ക്യാമ്പയിൻസ് സെറ്റ് ചെയ്യാറ്. അതായത് ആദ്യത്തെ വീഡിയോ ഒരു ടൈപ്പ് ഓഫ് അവയർനെസ് ടൈപ്പ് ഓഫ് വീഡിയോസ് ആയിരിക്കണം. അതായത് ഒരു ടോപ്പ് ഓഫ് ദ ഫണൽ ടൈപ്പ് ഓഫ് വീഡിയോസ്, മാക്സിമം ഷെയറും മാക്സിമം സപ്പോർട്ടും മാക്സിമം ആൾക്കാർക്ക് എത്തുന്ന രീതിയിലുള്ള വീഡിയോസ്. ഈ വീഡിയോസ് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കും. ഈ വീഡിയോ കണ്ടതിന് ശേഷം അവർ എന്തെങ്കിലും ചെയ്യണം. എന്തെങ്കിലും ചെയ്യാൻ റെഡി ആണെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണ് അർത്ഥം. അവർക്ക് എന്ത് ചെയ്യും? നമ്മൾ സെക്കൻഡ് സെഗ്മെന്റ് ഓഫ് വീഡിയോസ് കൊടുക്കും. അതായത് നമ്മുടെ ബോഫു ടൈപ്പ് ഓഫ് വീഡിയോസ്. ഇതൊരു ഉദാഹരണം വെച്ച് പറയുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിലൊരു പ്രൊഡക്റ്റ് ഉണ്ട്. സോ ഈ പ്രൊഡക്റ്റിനെ ഞാൻ ഫസ്റ്റ് വീഡിയോ എന്ത് ചെയ്യും? കുറച്ച് വൈറലായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ടൂണോ വൈറലായിട്ടുള്ള കണ്ണട ഇട്ട് ഞാൻ ആ പ്രൊഡക്റ്റിനൊന്ന് ആൾക്കാർക്ക് ഒന്ന് പരിചയപ്പെടുത്തി വെക്കും. സെക്കൻഡ് സ്റ്റെപ്പ്, ഈ പ്രൊഡക്റ്റ് ഒരു യൂസർ UGC ടൈപ്പ് ഓഫ് വീഡിയോസ് ആയിട്ട് ഞാൻ ജനറേറ്റ് ചെയ്ത് എൻ്റെ ഒരു പേഴ്സണൽ വർക്ക് ഫ്ലോ ആണോ ഞാൻ ജനറേറ്റ് ചെയ്യും. ഇതാണ് എൻ്റെ ഒരു ബോഫു. അതായത് ഓക്കെ, ഇത് കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, മേടിക്കാൻ കുറച്ചും കൂടി താല്പര്യമുള്ള ആൾക്കാർ വേറൊരാൾ യൂസ് ചെയ്യുന്ന രീതിയിലൊന്ന് കാണുന്നു. ഇത് UGC ടൈപ്പ് ഓഫ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യും. തേർഡ്, ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സാധനം, ബോട്ടം ഓഫ് ദ ഫണൽ. ഈ ബോട്ടം ഓഫ് ദ ഫണലിൽ ആൾക്കാർക്ക് അത്രയും ട്രസ്റ്റ് പ്രോസസ് വേണം. അതിന് ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മുടെ ലൈക്ക് D2C ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ആണെങ്കിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും? ടെസ്റ്റിമോണിയൽ ടൈപ്പ് ഓഫ് വീഡിയോസ് ആയിരിക്കും. ഈ ടെസ്റ്റിമോണിയൽ ടൈപ്പ് ഓഫ് വീഡിയോസ് ഫൈനൽ ട്രസ്റ്റ് പ്രോസസ് ബിൽഡ് ചെയ്യും, അവർ പ്രൊഡക്റ്റ് മേടിക്കും. സംഭവം ഇത്രയുള്ള സ്ട്രക്ചർ. ഈ 3 സ്ട്രക്ചറും പ്രോപ്പറായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടെ റീവാച്ച് ചെയ്തിട്ട് തിരിച്ചു വരിക. ഇനി തേർഡ് സ്റ്റേജ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ക്യാമ്പയിൻ സെഗ്മെന്റ്. അപ്പൊ ക്യാമ്പയിൻ സെഗ്മെന്റ് പോവല്ലേ. ബൈ. അപ്പൊ എങ്ങനെ മക്കളെ, ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യല്ലേ? നേരെ ആഡ്സ്മാനിലോട്ട് ഇട്ടോ, ഒരു ട്രാഫിക് ക്യാമ്പയിൻ അങ്ങ് ക്രിയേറ്റ് ചെയ്തോ. ഈ ട്രാഫിക് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മെറ്റ ചെറിയൊരു കുറിപ്പ് കാണിക്കും. ആ റെക്കമെൻഡഡ് സെറ്റിംഗ് നെക്കരുത്, മാനുവൽ ട്രാഫിക് ക്യാമ്പയിൻ തന്നെ ക്രിയേറ്റ് ചെയ്യുക. എന്തിനാ വെറുതെ മെറ്റക്ക് ആവശ്യമില്ലാത്ത പൈസ നിൽക്കുന്നത്? ഒരാവശ്യമില്ല. നേരെ ക്യാമ്പയിൻ ഏതെങ്കിലും റാൻഡമായിട്ട് ഒരു പേര് കൊടുക്കുക. റാൻഡം അല്ല, നിങ്ങളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡേറ്റ് ആണ് കൊടുക്കുന്നതായിരിക്കും കുറച്ചും നല്ലത്. ക്യാമ്പയിൻ നെയിം ഒരു ഡേറ്റും കൊടുക്കുന്നതായിരിക്കും കുറച്ചും നല്ലത്. ഇനി കൺവേർഷൻ സൈഡ് ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. കാര്യം നമ്മൾ അങ്ങോട്ടാണ് നമ്മുടെ ട്രാഫിക്ക് കൊണ്ടുവരാൻ പോകുന്നത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലോട്ടാണ് ട്രാഫിക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ഇവിടെ നമ്മൾ മെയിനായിട്ട് അറിയിക്കേണ്ട ഈ അഡ്വാൻറ്റേജ് പ്ലസ് ഓഡിയൻസാണ്. അത് ഓഫാക്കി വെക്കാൻ മറക്കരുത്. നേരെ ഫർദർ ലിമിറ്റ് റീച്ച് ഓഫ് യുവർ ആഡ്സ് നിൽക്കിക്കോ. അത് പ്രോപ്പറായിട്ട് മാറ്റിയില്ലെങ്കിൽ അവന്മാർ എന്തെങ്കിലും കാശില്ലാത്ത പണിയെല്ലാം കാണിക്കും. ഇനി ഒരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം, അത് പ്ലേസ്മെൻറ്റ് സൈഡാണ്. പ്ലേസ്മെൻറ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് വേറൊന്നുമല്ല, എവിടെ ആഡ് കാണിക്കണം എന്ന് നമ്മൾ ചൂസ് ചെയ്താണ് പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമുക്ക് എവിടെ ആഡ് കാണിക്കുന്നത് നമുക്കറിയാമല്ലോ. കാരണം നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എവിടെയൊക്കെ ഉള്ളത് നമുക്കറിയാം. ഞാൻ മോസ്റ്റ് പ്രോബ്ലി ഇൻസ്റ്റാഗ്രാം ഓർ ഫേസ്ബുക്കാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് മെസ്സഞ്ചറും വാട്സപ്പ് ഇങ്ങനത്തെ കുറേ പ്ലേസ്മെൻറ്റ് വരും. ആവശ്യമില്ല. നിങ്ങൾ ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്ന് തന്നെ കുറേ സ്ഥലം നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. അതേപോലെ കാര്യങ്ങൾ ചൂസ് ചെയ്ത് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുക. സംഭവത്തിലുള്ള ക്യാമ്പയിൻ പബ്ലിഷ് ചെയ്തു.
അപ്പോൾ സംഭവം റീടാർഗറ്റിംഗ് അല്ലേ. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? സെയിൽസ് ക്യാമ്പയിൻ. ഒരു സെയിൽസ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തു. സെയിം നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്ത് കൺവേർഷനായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു മെസ്സേജ് ഡെസ്റ്റിനേഷൻ ആയിരിക്കും. കാര്യം കുറച്ചുകൂടെ കോസ്റ്റ് കുറയാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഡെസ്റ്റിനേഷൻ, അതായത് കൺവേർഷൻ സൈഡ് എവിടെ ട്രാക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ചൂസ് ചെയ്തു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഈ കസ്റ്റം ഓഡിയൻസ് സെഗ്മെൻറ്റ് സൈഡാണ്. കാര്യം കസ്റ്റം ഓഡിയൻസ് നമ്മൾ ക്രിയേറ്റ് കസ്റ്റം ഓഡിയൻസ് നോക്കി അവിടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ക്ലിക്ക് ചെയ്യണം. ഈ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് വരും. ആ ഓപ്ഷൻസിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഏതാ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പീപ്പിൾ ഹൂ ഹാവ് റീസെൻ്റ്ലി വിസിറ്റ് യുവർ പ്രൊഫഷണൽ അക്കൗണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് ഡേയ്സ് നിങ്ങൾക്ക് 60 ഡേയ്സ് ആക്കാം, 30 ഡേയ്സ് ആക്കാം, 60 ഡേയ്സ്. നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ ഡേയ്സും വെക്കാം. നമ്മളിപ്പോൾ പോകുന്നത് 90 ഡേ. കഴിഞ്ഞ 90 ഡേയിൽ ആരൊക്കെ നമ്മുടെ പ്രൊഫൈലിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം മാത്രമാണ് നമ്മൾ ആഡ് പോകാൻ പോകുന്നത്. അപ്പോൾ സംഭവം എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം.